യിരെമ്യാവ് 17:8. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വചനം പറയുന്നു. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ എന്തൊക്കെ വരൾച്ച വന്നാലും അവർക്ക് വാട്ടം തട്ടുകയില്ല. ജീവിതത്തിൽ എല്ലാ കാലത്തും നമ്മുടെ ജീവിതം ഒരേപോലെ നിൽക്കുകയില്ല. എന്നാൽ നമുക്ക് എല്ലാ കാലത്തും ആശ്രയിക്കാൻ പറ്റിയ ദൈവമാണ് യേശു. ഒരു സീസണിലും നമ്മെ കൈവിടാത്ത കർത്താവ്. ഉയർച്ചയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് സാധാരണ മനുഷ്യർ. നമ്മുടെ താഴ്ചയിൽ നമ്മിൽ നിന്ന് അകലുകയും നമ്മെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ നാം ശാശ്വതവാസിയായ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ഭൗതിക വരൾച്ചയുടെ സമയത്തും നമുക്ക് ആത്മീയ ഫലങ്ങൾ കായ്ക്കുവാൻ സാധിക്കും. അപ്പോഴാണ് നാം കർത്താവിൽ ഉറയ്ക്കുന്നതും വിശ്വാസത്തിൽ വളരുന്നതും. ഒരു വൃക്ഷം വെള്ളത്തിനരികെ നട്ടാൽ അതെങ്ങനെ വളരുമോ അതുപോലെ നാം വളരും. ഉഷ്ണം തട്ടിയാലോ വരൾച്ച വന്നാലോ ഒന്നും നാം വാടില്ല. കാരണം നമ്മുടെ ആശ്രയം യാഹാം ദൈവത്തിൽ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ഉറച്ച് ഇലവാടാത്തവരായി വാട്ടം തട്ടാത്തവരായി വിശ്വാസത്തിൽ ഉറച്ച് യേശുവിൽ ആശ്രയിച്ച് മുന്നേറാം. മർക്കോസ് 11:13. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. യേശു നല്ല പച്ചിപ്പും ഇലയുമൊക്കെ ഉള്ള ഒരു അത്തിവൃക്ഷം കണ്ടിട്ട് പ്രതീക്ഷയോടെ വന്നതാണ്. എന്നാൽ പുറമേയുള്ള വളർച്ചയല്ലാതെ ഒരു ഫലവും അത് പുറപ്പെടുവിച്ചില്ല. യേശു ആ അത്തിയെ ശപിച്ചു. അത് ഉണങ്ങിയും പോയി. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയത്തും അസമയത്തും നമ്മിൽ ഫലം കായ്ക്കുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ മടങ്ങിവരവ് എപ്പോഴാണെന്ന് അറിയാത്തവരായി നാം സമയത്തും അസമയത്തും ഫലം കായ്ക്കുന്നവരായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്താൽ എല്ലാ കാലത്തും ഫലം കായ്ക്കുന്നവരായി ദൈവം നമ്മെ കാക്കും. അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് ഫലം തിരിയുമ്പോൾ ഞങ്ങളെ ഫലം കായ്ക്കുന്നവരായി കാണുവാൻ ഇടയാകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.